ഇന്ത്യയിൽ മൊത്തം നീറ്റ് എഴുതുന്നതിൽ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം മാത്രമാണ് CA-ക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളൊരു കോഴ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അൺലേൺ ചെയ്യാന്നുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ തെറ്റായ രീതികൾ മാറ്റിയെടുത്ത് ഈ ഒരു കോഴ്സിലേക്ക് മാറി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് ഒരു ഇന്ത്യൻ CA-ക്ക് UAE പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതും നമ്മൾ വർക്ക് ചെയ്യുന്നതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. നമ്മളൊരു പാസ്റ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ CA ഫൗണ്ടേഷനിലും ഇൻ്ററിലൊക്കെ ഏറ്റവും കൂടുതൽ റാങ്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളിൽ എസ്പെഷ്യലി CA ഫൗണ്ടേഷൻ ലെവലിൽ സയൻസ് കുട്ടികൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. നിങ്ങൾ ഫൗണ്ടേഷനിലോ ഇൻ്ററിലോ പഠിക്കുമ്പോൾ മാത്രം ഉപദേശം കേട്ടാൽ മതി. വൺസ് അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഉപദേശം കേൾക്കണ്ട എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇത്രയും വർഷമായിട്ട് ഒരുപാട് കോഴ്സുകൾ വന്നു, ഒരുപാട് കോഴ്സുകൾ നിന്നു, ചില കോഴ്സുകൾ പോയി എന്നുള്ളതാണ്. പക്ഷെ 76 വർഷമായിട്ട് അല്ലെങ്കിൽ 77 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു കോഴ്സിന് അന്ന് കിട്ടുന്ന അതേ വാല്യൂവും റെസ്പെക്റ്റും ഇന്നും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലാതീതമായിട്ട് ഓരോരോ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ICA വരുത്തുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. ബൈഹാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് CA പാസ്സാവാൻ പറ്റും. പക്ഷെ ഇന്ന് ബൈഹാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാസ്സാവാൻ പറ്റില്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ ഹീസ് എ CA ഫോർ ലൈഫ്. സോ ടിൽ ദി എൻഡ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പണ്ടേ ചെറുപ്പം മുതലേ ടേണിംഗ് പോയിന്റ്സ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയട്ടെ, CA ഇൻ്റർമീഡിയറ്റ് പാസ്സായി ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ലൈഫിലെ CA സ്റ്റുഡൻറ്റിൻ്റെ ടേണിംഗ് പോയിന്റ്. ബിഫോർ ചൂസിങ് എ ലെസ് ട്രാവൽഡ് പാത്ത് ഫൈൻഡ് സംവൺ ഹു ഹാസ് സെറ്റ് ഫുട് പ്രിൻറ്റ്സ് ദർ ഓൾറെഡി എന്ന് പറയാറുണ്ട്. നിങ്ങൾ CA എന്ന പ്രൊഫഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം ചൂസ് ചെയ്യുന്നൊരു കോഴ്സാണ് ഇപ്പോഴും CA. ഓൾറെഡി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആ കോഴ്സ് പഠിപ്പിച്ചുള്ള ഒരാളുടെ അടുത്ത് നിന്ന് അതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട CA അബൂബക്കർ സിദ്ദീഖ് സാറാണ്. സാർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ടു ടോക്ക് ടു ഹിം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. വെൽക്കം സാർ. താങ്ക് യു ഷാസ് ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. അത്ര രസകരമല്ലാത്തൊരു ചോദ്യം തുടങ്ങാം. എന്തുകൊണ്ടാണ് CA ടഫാവുന്നത്? ബേസിക്കലി നമുക്ക് ടഫ് എന്ന് പറയുമ്പോൾ ഒരു പാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് പറയാം. ഒരു 10 to 15% ആണ് CAയുടെ പാസ് പെർസെൻറ്റേജ്. 100 കുട്ടികൾ എഴുതുമ്പോൾ 10, 12, 15 കുട്ടികൾ പാസ്സാകുന്നു. പക്ഷെ അതിൻ്റെ ഒരു മറുചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICAI അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ 76 വർഷമായിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു ബോഡിയാണ്. 1949 ഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ്. ഈ ചാർട്ടേഡ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വേർഡല്ല. ആക്ച്വലി ചാർട്ടേഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് വേർഡാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബ്രിട്ടീഷ് വേർഡിൽ നിന്നും ഇവോൾവ് ചെയ്തിട്ട് ഇന്ത്യൻ പ്രാക്ടീസുകളൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ കാലത്തിനനുസരിച്ചിട്ട് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 76 വർഷം മുന്നേ ഉള്ള CA അതല്ല ഇന്നത്തെ CA, സിലബസ് വൈസ് ആണെങ്കിലും സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഈ സിലബസിൽ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിനോട് കോപ്പപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാനും കുട്ടികൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുന്നുള്ളതാണ്. പക്ഷേ ഇനീഷ്യലി ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് ഈ ഒരു സിലബസിലേക്കോ അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്കോ കയറിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് ടഫാണെന്ന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഭിപ്രായം മാറി മാറി വരും. അൾട്ടിമേറ്റ്ലി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റെസ്പെക്റ്റ് അപ്പം നമുക്കറിയാമല്ലോ. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനത്തിനുള്ള ഒരു വാല്യൂ ടഫായിട്ട് നമ്മൾ എഫേർട്ട് കിട്ടുന്നതിനുള്ള വാല്യൂ ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആണ്. സോ ഈ ഒരു ടഫ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ICAIയും ഒബ്വിയസ് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒബ്വിയസ്ലി കോഴ്സ് ഗെറ്റ്സ് ടഫർ ആൻഡ് ടഫർ ഡേ ബൈ ഡേ. ആ ഒരു ബാർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു റെസ്പെക്റ്റും റെപ്യൂട്ടേഷനും കിട്ടുന്നത്. അതെ, രാജ്യത്തിൻ്റെ എന്താ പറയുക ബാക്ക് ബോൺ ആയിട്ട് നിലനിൽക്കേണ്ട പ്രൊഫഷണൽസ് ആവുന്നത് കൊണ്ട് രാജ്യം അത്രയധികം ശ്രദ്ധ കൊടുത്ത് മാത്രമേ നിങ്ങൾ പാസ്സാക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് നിലപാട്. കാര്യം ICAI ഓൾവേസ് ഫോക്കസ് ഓൺ റെപ്യൂട്ടേഷൻ ഓൾസോ. കാരണം ഇൻ്റർനാഷണലി നമുക്കറിയാം വേൾഡിലെ ടോപ്പ് ലാർജസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റോ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും നാളെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ആ ടഫ്നെസ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. പാസ് പെർസെൻറ്റേജ് അവർ റെസ്ട്രിക്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ ടഫാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ സാറിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഇത്രയധികം കുട്ടികളെ പഠിപ്പിച്ചു, പാസ്സാക്കി. ഇപ്പോൾ ഈ പാസ്സാവുന്ന പിള്ളേരുടെ മൊത്തത്തിലൊരു ചിത്രം എടുക്കുമ്പോൾ
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ്സിൽ +1 +2 ഫുൾ A+ വാങ്ങി വന്ന അല്ലെങ്കിൽ പഠിപ്പിസ്റ്റ് ആണെന്നുള്ള ലേബൽ ഓൾറെഡി കിട്ടിയ കുട്ടികൾ മാത്രമല്ല പാസ്സാവുന്നത് എനിക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടഫായിട്ടുള്ള ഈ കോഴ്സ് ഒരു ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈവൻ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ വരെ പാസ്സാവുന്നുണ്ട്? അപ്പോൾ എങ്ങനെയാണ് അവരിത് പാസ്സാവുന്നത്? ഇത് കാണുന്നൊരു കുട്ടിക്ക് ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഒരു പഠിപ്പിസ്റ്റല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നിരന്തരം കേൾക്കുന്നതുകൊണ്ടാണ്, എന്നെക്കൊണ്ട് അപ്പോൾ ഈ ടഫായ കോഴ്സ് പറ്റില്ലേ എന്ന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും സാറിൻ്റെ ഉത്തരം, എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട്? അതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു 10ാം ക്ലാസ്സും +2 ഫുൾ A+ കാരനാണ്. ഞാൻ 94% +2 കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എന്നാൽ ഞാൻ CA അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് നോക്കിക്കാണുന്നത് എൻ്റെ കൂടെയുള്ള കുട്ടികൾ ആരെങ്കിലും CA എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അന്നേരം നോക്കിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ചില കുട്ടികൾ വീക്കെൻഡ് ബാച്ചൊക്കെ ആയിട്ട് CA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം CA എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്നേക്കാൾ മുന്നേ ആയിട്ട് തന്നെ ആൾക്കാർ ഇത് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഇത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം CA തുടങ്ങണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തത്. വീട്ടുകാരുടെ ഒറ്റ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ഒരു കോഴ്സിലേക്ക് വന്നത്. അതായത് +1 +2 കാലഘട്ടത്തിൽ സാറിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി, കാരണം 12 വർഷം മുന്നേ നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഒരു +2 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡിഗ്രിയിലേക്ക് പോയിട്ട് ആ ഒരു കൺവെൻഷനിലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം CA എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് പാരൻസിൻ്റെ ഒരു പുഷ് കൊണ്ടാണ് ഞാൻ എത്തിയത്. എന്നാൽ എൻ്റെ ജൂനിയേഴ്സിനൊക്കെ കേസിൽ വെച്ച് നോക്കുന്ന സമയത്ത് +2 ഒരു A+ പോലും ഇല്ലാത്ത, അതേപോലെ തന്നെ 62% മാർക്ക് സ്കോർ ചെയ്തിട്ട് വന്ന് എൻ്റെ ഒരു ജൂനിയർ ഉണ്ട്. ഞാൻ CA പാസ്സായത് 23 വയസ്സിലാണ്. എന്നാൽ എൻ്റെ ഒരു ജൂനിയർ ഉണ്ട്, അവൻ +2 62% മാർക്കിലാണ് പാസ്സായത്. അവൻ CA കംപ്ലീറ്റ് ചെയ്തത് 22.5 വയസ്സിലാണ്. അപ്പോൾ ഇതൊരു കമ്പാരിസണോ മറ്റൊന്നുമല്ല. ബട്ട് നമ്മളൊരു CA ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നമ്മളായിരിക്കും അവരുടെ ലൈഫിലേക്ക് വരുന്ന ഫസ്റ്റ് ഒരു ഫാക്കൽറ്റി. അപ്പോൾ ഒബ്വിയസ്ലി +2 അതിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് നമ്മൾ ഒബ്വിയസ് ടെൻഡൻസി എന്താണ്, നിങ്ങൾക്ക് +2 എത്ര മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫുൾ A+ ഉണ്ടെന്ന് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെ +2 മാർക്ക് ഇതിനൊരു ക്രൈറ്റീരിയ അല്ല എന്നുള്ളതാണ്. പാസ്സാണോ, യു ആർ എലിജിബിൾ ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ +2 ഫുൾ A+ ഉള്ള കുട്ടികളെ ഒരു സൈഡിലേക്ക് ഇരുത്താനോ അല്ലെങ്കിൽ A+ ഒന്നും ഇല്ലാത്ത കുട്ടികളെ വേറെ സൈഡിലേക്ക് ഇരുത്താനോ നമുക്ക് പറ്റൂല. വൺസ് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാവരും CA സ്റ്റുഡൻസ് ആണ്. ഫ്രം ഡേ 1 ദേ ആർ നോട്ട് എ +2 or a 10th സ്റ്റുഡൻറ്റ്, ദേ ആർ എ CA ആസ്പിരൻറ്റ്. സോ ആ ഒരു ആസ്പിരേഷൻസും അതേപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസും അവർക്ക് കൊടുത്ത് അവർ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ച് അവരെ മൗൾഡ് ചെയ്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു റോള്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 60, 70, 80, 90, 100% ഉള്ള കുട്ടിയാണെങ്കിലും 60% ഉള്ള കുട്ടിയാണെങ്കിലും അവരുടെ ഫസ്റ്റ് ഡേ 1 ഓൺവേർഡ്സ് അവരുടെ എഫേർട്ട് എങ്ങനെ ആയിരിക്കുമോ അതായിരിക്കും അവരുടെ അൾട്ടിമേറ്റ്ലി ഉള്ള റിസൾട്ടും സക്സസും. ഓക്കെ, അതായത് +1 +2 എങ്ങനെയായിരുന്നു എന്നുള്ള പാസ്റ്റ് അവിടെ റിലവൻ്റ് അല്ല, ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇത് അപ്രോച്ച് ചെയ്യാൻ പോകുക എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് സ്ട്രീമിൻ്റെ കൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം കൊമേഴ്സ് കുട്ടികൾ വിചാരിക്കും CA എന്ന് പറയുന്ന കൊമേഴ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്നുള്ളത്. അതേസമയം സയൻസ് കുട്ടികൾ വിചാരിക്കും അക്കൗണ്ട്സ് എനിക്കൊന്നും അറിയില്ലല്ലോ, സോ എനിക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ബട്ട് നമ്മളൊരു പാസ്റ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ CA ഫൗണ്ടേഷനിലും ഇൻ്ററിലൊക്കെ ഏറ്റവും കൂടുതൽ റാങ്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളിൽ എസ്പെഷ്യലി CA ഫൗണ്ടേഷൻ ലെവലിൽ സയൻസ് കുട്ടികൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. കാര്യം നമ്മളൊരു കോഴ്സിലേക്ക് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അൺലേൺ ചെയ്യാന്നുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ച കുറേ തെറ്റായ രീതികൾ മാറ്റിയെടുത്ത് ഈ ഒരു കോഴ്സിലേക്ക് മാറി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പോലും +2 ഒരു ഫുൾ A+ കാരനാണെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടാണ്, എസ്പെഷ്യലി അക്കൗണ്ട്സ് എന്നുള്ള സബ്ജക്റ്റ് ബൈഹാർട്ട് ചെയ്തിട്ടാണ് എക്സാമിന് പാസ്സായത്. ബട്ട് ആ രീതികളെ മാറ്റി ഒരു പ്രോപ്പർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പഠിക്കാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അല്ല, എൻ്റെ അതേ സ്കൂളിൽ സയൻസ് പഠിച്ചു വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒന്നും അറിയാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് 0 എന്ന് തുടങ്ങാൻ പറ്റും. സോ ഒരാൾ നെഗറ്റീവ് എന്ന് തുടങ്ങുന്നതും ഒരാൾ 0 എന്ന് തുടങ്ങുന്നതും സെയിം അല്ലല്ലോ. സോ അൾട്ടിമേറ്റ്ലി നമ്മളിടുന്ന ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇടുന്ന എഫേർട്ടാണ് നമ്മളൊരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് ആദർശ് സാറ് എന്നോട് സംസാരിച്ചപ്പോഴും ഇത് പറയണ്ടായി. അതായത് സാർ അക്കൗണ്ട്സ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു +1 +2 ഈ അക്കൗണ്ടിങ് പഠിച്ചു വരുന്ന പിള്ളേരെക്കാൾ എനിക്ക് ഈസി ഒന്നും പഠിക്കാതെ വരുന്ന സയൻസ് കുട്ടികളെ കിട്ടുന്നതാണ്. കാരണം ഇവർ 0-ലായതുകൊണ്ട് തെറ്റുകൾ തിരുത്തേണ്ട കാര്യമില്ല, ഇനി പുതിയത് പഠിപ്പിച്ചാൽ മതി എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാനിപ്പോൾ ഓർത്തായിരുന്നു. സാർ ഇപ്പം +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ ഈ 3 ലെവലും വെച്ച് നോക്കുമ്പോൾ ഇതിലേതാണ് കൂടുതൽ ഹാർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സാറിൻ്റെ ഉത്തരം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ആ ലെവൽ ഹാർഡാക്കി വെക്കാനുള്ളൊരു കാരണം എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നുള്ള ആൻസർ വുഡ് ബി ഫൈനൽ. കാര്യം നമ്മൾ ഫൗണ്ടേഷനൊക്കെ പണ്ട് CPT ആയിരുന്നു, MCQ ലെവലാണ് ഞാനൊക്കെ CPT പാസ്സായി. ഇൻ്ററിലേക്കൊന്നും അൾട്ടിമേറ്റ്ലി ഫൈനലൊക്കെ 8 പേപ്പേഴ്സൊക്കെ ഉള്ള ഒരു സിലബസ് ആയിരുന്നു നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോടത് ചോദിച്ചാൽ ഐ വുഡ് ഒബ്വിയസ്ലി സേ ഫൗണ്ടേഷനാണ്. കാര്യം ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇപ്പോഴത്തെ ഇൻ്റർ സ്റ്റുഡൻസ് ഭയങ്കര ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്, എസ്പെഷ്യലി ഫൗണ്ടേഷൻ പാസ്സായി വരുന്ന ഇൻ്റർ സ്റ്റുഡൻസ്. കാര്യം അവർ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ടഫായിട്ടുള്ളൊരു, ഇവിടെ എന്താ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ +1 +2 പഠിക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് അവർ ആ +2 മെൻറ്റാലിറ്റി മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാറ്റിയെടുത്ത് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ 3-4 മാസം സമയമെടുക്കും. അതിൽ CA ഫൗണ്ടേഷൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാനൊക്കെ 2-3 മാസം കൊണ്ട് CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CPT പഠിച്ച് ക്ലിയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിച്ചാൽ എനിക്കത് ഒരു 3 മാസം ഓർത്തിരുന്നാൽ മതി. 3-ാമത്തെ മാസം എക്സാം നടക്കുന്നു, ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു, ഞാൻ പാസ്സാവുന്നു. ഇപ്പോഴത്തെ ഒരു കുട്ടി +2 മാർച്ചിൽ കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പോകുന്നത് ജനുവരിയിലാണ്. 8 മാസം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് 8 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ആണെങ്കിലും മറ്റുള്ള പരിപാടികളാണെങ്കിലും ഒരു കാര്യം പഠിച്ച് 8 മാസം, ഇപ്പം നമ്മൾ തന്നെ ഒരാളുടെ പേര് പഠിച്ചിട്ട് 8 മാസം കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഒരാൾ ഇന്ന് കണ്ടിട്ട് നാളെ നമ്മൾ അയാളെ പിന്നെയും കാണുമ്പോൾ ആ പേര് നമ്മൾ ചിലപ്പോൾ ഓർത്തെടുക്കും. ഇതേപോലെയാണ് CA ഫൗണ്ടേഷൻ്റെ അവസ്ഥ. CA ഫൗണ്ടേഷൻ്റെ പ്രശ്നം സമയം കൂടുതലുള്ളതാണ് ഇപ്പം പ്രശ്നം. പണ്ട് നമുക്കറിയാം കൂടുതൽ സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം പഠിക്കാൻ കിട്ടും. പക്ഷെ ഇപ്പോൾ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അത് അത്രയും കാലം റീറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ CA ഫൈനലിലോ CA ഇൻ്ററിലോ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം CA ഇൻ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കുട്ടി പക്ക ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൗണ്ടേഷൻ ലെവലിൽ ഒരു സ്ക്രീനിങ് കഴിയുന്നുണ്ട്. അത് പാസ്സാവുന്ന കുട്ടികൾ ഓൾറെഡി അവരുടെ ക്വാളിറ്റി പ്രൂവ് ചെയ്തിട്ടാണ് അവർ ഇൻ്ററിലേക്ക് വരുന്നത്. എന്നാൽ പോലും ഇൻ്ററിൽ അവർ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർ പിന്നെയും എന്താവും പഴയൊരു മൈൻഡ് സെറ്റിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അവരൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റും ഫൈനലിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കേണ്ടി വരുന്നില്ല. കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യമാണ്, എനിക്കും പേഴ്സണലിയും കുട്ടികൾക്കൊന്നും ഇപ്പോഴത്തെ ജെൻസി സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉപദേശം കേൾക്കുക എന്നുള്ളത്. നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ അവരത് എടുക്കാൻ റെഡിയല്ല. പക്ഷെ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ഫൗണ്ടേഷനിലോ ഇൻ്ററിലോ പഠിക്കുമ്പോൾ മാത്രം ഉപദേശം കേട്ടാൽ മതി. വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഉപദേശം കേൾക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു ടഫ് സ്റ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ രാജ്യത്ത് നീറ്റിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാദം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു പ്രശ്നമാണല്ലോ അത്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രൈവസി എന്നൊക്കെ പറയുന്നത് ആകെ പ്രശ്നത്തിലായിരിക്കണം. അപ്പം ICAI സാർ പറഞ്ഞ ഇത്രയധികം വർഷങ്ങളായിട്ട് എക്സാം നടത്തുന്നു. എൻ്റെ അറിവിൽ ഇതുവരെയും ഒരു എക്സാമിൻ്റെ അത്തരത്തിലൊരു മോശം ചീത്തപ്പേരുണ്ടായിട്ടില്ല. അപ്പം ഇതിനൊരു അതിൻ്റെ എക്സാമിൻ്റെ ഒരു നടത്തിപ്പും അതിൻ്റെ ക്വാളിറ്റിയും അത് അഷ്വർ ചെയ്യാൻ വേണ്ടി ICAI എടുക്കുന്ന ഒരു ജാഗ്രതയൊക്കെ എത്രമാത്രം വലുതാണ്? സാർ എക്സാം എഴുതുന്നത് മുതൽ സാർ ഒരുപാട് എക്സാംസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്രമാത്രം ക്വാളിറ്റിയിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്? അതിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ICAI എപ്പോഴും ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി കാലിക്കറ്റിൽ നിന്നും അതേപോലെ തന്നെ മലപ്പുറത്തു നിന്നും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കോൾസ് വരാറുണ്ട്. അല്ലെങ്കിൽ അവർ എക്സാം സെൻറ്റേഴ്സിൽ ഇൻവിജിലേറ്റേഴ്സായിട്ടും മറ്റും അവർ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ അവരതിന് വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ സേവനം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു എക്സാംസിൻ്റെ ഫ്രീക്വൻസി കൂടി ഒരു വിഷയമാണ്. അപ്പോൾ നമുക്കറിയാം ഫൗണ്ടേഷൻ വർഷത്തിൽ 3 തവണ, ഇൻ്റർമീഡിയറ്റ് വർഷത്തിൽ 3 തവണ. അപ്പോൾ ICAI എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ റൂട്ടീനായി മാറി. അപ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് 1.5 മാസം കൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ട് അടുത്ത എക്സാം. സോ ആ ഒരു റൂട്ടീന് കൃത്യമായി ബിൽഡ് ചെയ്തിട്ട്, അല്ലാണ്ട് ഒരു വർഷത്തിൽ ഒരിക്കലുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അല്ല. ഇതൊരു സൈക്ലിക്കലായിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ഫൈനൽ ലെവലിലേക്ക് പോകുമ്പോൾ വർഷത്തിൽ 2 തവണയാണ് എക്സാം. അപ്പോൾ അവർക്ക് എന്തിട്ട് അതിനുള്ളൊരു ടൈം കൂടി കിട്ടും. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഫൈനൽ എക്സാം 3 തവണ എന്നുള്ളത് 2 തവണ ആക്കിയത്. അത് ആക്കിയത് പോലും എക്സാംസ് കൂടുതൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരേണ്ടി വരാൻ പാടില്ല എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തിട്ടും, പിന്നെ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാംസിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറച്ചത്. സോ ബേസിക്കലി ആ ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രമല്ല, അവിടെ മറ്റൊരു ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീറ്റിൻ്റെ കാര്യത്തിൽ ഓൾ കേരള മാർക്കറ്റ് അല്ലെങ്കിൽ ഓൾ കേരള സ്റ്റുഡൻസാണ്
നമ്മുടെ CA കാര്യത്തിൽ ഓൾ ഇന്ത്യ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതൊരു ഫാക്റ്റാണ്. അഥവാ അതായത് ഇന്ത്യയിൽ മൊത്തം നീറ്റ് എഴുതുന്നതിൽ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം മാത്രമാണ് CAക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 1,20,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പറയാം. 1,20,000 കുട്ടികളാണ് ഓൾ ഇന്ത്യ ലെവലിൽ CAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ ഇപ്പോഴും CA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, അവെയർ ആയിട്ടില്ല. അവർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിനെ ഇപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് സ്ട്രീം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, കൺസിഡറിങ് എവറി ചേഞ്ചസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ കൺട്രി. മനസ്സിലായി. അതിന് തുടങ്ങാം. 2026 CA എന്ന കോഴ്സിൻ്റെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ സാറേ എങ്ങനെ ആൻസർ പറയും? ഇന്നിപ്പോൾ ഒരു കുട്ടി ഫൗണ്ടേഷൻ തുടങ്ങുകയാണെങ്കിൽ അവനത് പാസ്സായി വരാൻ ഒരു 4-5 വർഷം എടുക്കുന്നു. സോ ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ എത്രമാത്രം അയാൾ റിലവൻ്റ് ആയിരിക്കും? തീർച്ചയായും ആ ഒരു ചോദ്യം നമ്മൾ പാരൻസിനോടും കുട്ടികളോടും പറയാറുള്ളത്, ഏത് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോഴ്സ് പഠിച്ചു തുടങ്ങി എന്നുള്ളത് ഒരിക്കലും നമ്മളെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആ കോഴ്സ് പഠിച്ച് തീർന്ന് കഴിഞ്ഞ് കംപ്ലീഷൻ ലെവലിലാണ് നമ്മൾ ആ കോഴ്സിൻ്റെ ആക്ച്വൽ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങുക. അപ്പോൾ 2026 ഒരു കോഴ്സിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ആ കോഴ്സ് ചൂസ് ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു കോഴ്സ് 2031 ആകുമ്പോഴേക്കും സർവൈവ് ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളൊരു ഏതൊരു കോഴ്സും ചൂസ് ചെയ്യാൻ. നമ്മുടെ രാജ്യത്ത് ഇത്രയും വർഷമായിട്ട് ഒരുപാട് കോഴ്സുകൾ വന്നു, ഒരുപാട് കോഴ്സുകൾ നിന്നു, ചില കോഴ്സുകൾ പോയി എന്നുള്ളതാണ്. പക്ഷെ 76 വർഷമായിട്ട് അല്ലെങ്കിൽ 77 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു കോഴ്സിന് അന്ന് കിട്ടുന്ന അതേ വാല്യൂവും റെസ്പെക്റ്റും ഇന്നും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലാതീതമായിട്ട് ഓരോരോ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ICA വരുത്തുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും അതുപോലെ തന്നെ CS ആണെങ്കിലും CMA ആണെങ്കിലും എല്ലാ ഈ പറയുന്ന കൊമേഴ്സ് പ്രൊഫഷണൽ ബോഡീസും ഗവൺമെൻറ്റിനോട് അലൈൻഡാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഓരോ ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ പൊളിറ്റിക്കൽ വ്യൂസ് വരെ അതിനണക്കായിട്ട് മാറ്റേണ്ടി വരാറുണ്ട്. ബിക്കോസ് ഓട്ടോമാറ്റിക്കലി ഒരു കോഴ്സ് സർവൈവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഗവൺമെൻറ് തന്നെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷൻ എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സൈൻ ചെയ്യാൻ, സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് മാത്രമേ ഉള്ളൂ. ആ ഒരു റൂള് നിലനിൽക്കുന്നത് കൊണ്ട് അത്രയും ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു കോംപ്രമൈസ് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് പ്രൊഫഷണൽ ബോഡീസിനെയും ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഓരോരോ വർഷം കൂടുന്തോറും ഗവൺമെൻറ്റും അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2031 ആയാലും 2036 ആണെങ്കിലും ഇതിൻ്റെ സ്കോപ്പ് കൂടുക എന്നല്ലാണ്ട് ഇതുവരെയായിട്ട് അതൊരു കുറഞ്ഞ രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഈ AI കടന്നുവരവ് ഒരുപാട് ജോലികൾ ഇല്ലാതാക്കുന്നു, പുതിയ ജോലി സൃഷ്ടിക്കുന്നു. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിങ് മേഖലയിൽ AI എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ സാറടക്കം സാറിപ്പോൾ അക്കാഡമിക് ലെവലിലായാലും പ്രാക്ടീസിലേക്ക് പോകുമ്പോഴും ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറുതായിട്ടൊക്കെ AI ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? AI വരുമ്പോൾ ഉണ്ടാവുന്ന ഈ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളെങ്ങനെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം? അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൂടുതൽ എന്താ പറയുക ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമായിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ സിലബസിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി സ്പീക്കിംഗ് പണ്ടത്തെ CS സിലബസ് അല്ല ഇന്നത്തെ സിലബസ്. പണ്ടത്തെ കുറച്ചും കൂടി നമുക്കൊരു ബൈ ഹാർട്ട് ലെവലിൽ CA ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, ഇൻ്റർ ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് CA പാസ്സാവാൻ പറ്റും. പക്ഷെ ഇന്ന് ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാസ്സാവാൻ പറ്റില്ല. കാരണം ICAക്ക് എന്ത് വേണ്ട, ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനല്ല വേണ്ടത്. പകരം ഇൻ്ററിലാണെങ്കിലും ഫൈനലാണെങ്കിലും ഫൗണ്ടേഷനിലാണെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ICAI എന്ന് പറയുന്നത് ICAI, അതായത് ഞാൻ AI കാണുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസും അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ്സും ഒരുപാട് ഡിസ്കഷൻസും ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം GST ആണെങ്കിൽ പോലും ആ ഒരു വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ AI യൂസ് ചെയ്ത് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2 മാസം മുന്നേ UAE സമയത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടു. മൂപ്പര് 25 ഇയേഴ്സായിട്ട് CA പ്രാക്ടീസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മൂപ്പർ എന്നോട് പറഞ്ഞത് പണ്ട് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ഇന്ന് അരമണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി AI അല്ല ആൾക്കാരെ റിപ്ലേസ് ചെയ്യുന്നത്. AI അറിയുന്ന ആൾക്കാർ
AI അറിയാത്ത ആൾക്കാരാണ് റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, AI മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ ICA സിലബസിൽ പോലും റീസെൻ്റ്ലി 2027 വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സിലബസിൽ മാറ്റം വരുത്തി കുറച്ചും കൂടി AI ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസിലുണ്ട്. സോ ഒബ്വിയസ്ലി അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫഷണൽ ബോഡി മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ആൾ, ഡയറക്റ്റ് എൻട്രി വഴി വരുന്ന ആൾ ഫൗണ്ടേഷൻ എഴുതുന്നില്ല. സോ അവരെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഫൗണ്ടേഷൻ എഴുതി വരുന്ന കുട്ടി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫൗണ്ടേഷൻ എന്നുള്ള ഹേർഡിൽ കഴിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്ററിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എൻട്രി വഴി വരുന്ന ആൾക്കാർ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇൻ്റർ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരൊരു BCom കഴിഞ്ഞ് വരുന്ന ഒരാളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാണ്ട് അതിൻ്റെ ഒരു റിയാലിറ്റി ഞാൻ പറയാം. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡേ മേ ബി ചോദിക്കാറുണ്ട് ആരെങ്കിലും ഡയറക്റ്റ് എൻട്രി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കും. മേ ബി BSc ആയിരിക്കും, അല്ലെങ്കിൽ BCom ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ജനുവരി എക്സാമിന് ഞാൻ പഠിപ്പിച്ചൊരു ബാച്ചിൽ ഒരു 95% കുട്ടികളും ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളായിരുന്നു. മേ ബി 5% കുട്ടികൾ മാത്രമേ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ പോലും അവസാനം റിസൾട്ട് വന്നപ്പോൾ ബോത്ത് ഗ്രൂപ്പ് പാസ്സായതിൽ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ആ കുട്ടിയോടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ +2 ഫുൾ A+ ആണ്. പക്ഷെ ആ സമയത്ത് CA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി അവെയർ അല്ലാത്തതിനെ കൊണ്ടൊക്കെ CAയിലേക്ക് വന്നില്ല. പക്ഷെ അവൻ കോളേജിൽ പോയപ്പോൾ ഒരുപാട് ഉഴപ്പി, അതായത് പൊളിറ്റിക്സ് ആയിട്ടും അതേപോലെ തന്നെ ക്ലാസ്സൊക്കെ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഉഴപ്പി. എന്നോട് പറഞ്ഞത് 3 വർഷത്തിൻ്റെ അടക്കം മേ ബി ഒരു 20-25 ദിവസം മാത്രമേ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത സമയത്ത് മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ CAയിലേക്ക് വന്നപ്പം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇറ്റ് വാസ് വെരി കമ്മിറ്റഡ്. നമ്മുടെ കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് ഈ ഒരു 8 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുട്ടി ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ടുണ്ടെന്നുള്ളതാണ്. സോ അവിടെ ഒരിക്കലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇൻ്ററിലേക്ക് വരുമ്പോൾ 2 സബ്ജക്റ്റുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. ഒന്ന് അക്കൗണ്ട്സ് ആണ്, മറ്റൊന്ന് ലോ ആണ്. കുട്ടികൾ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്ന വരുന്ന കുട്ടികൾ കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ആണ്. കാര്യം അവർക്ക് മേ ബി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഇനി BCom ആണെങ്കിൽ തന്നെ അവർക്കുള്ള ബേസ് കുറവായിരിക്കാം. അപ്പോൾ അക്കൗണ്ട്സ് എന്നുള്ളൊരു കാര്യത്തിൽ അവർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യാറുണ്ട്, പ്രോപ്പറായിട്ട് ബേസ് കൊടുത്ത് ചില ഫാക്കൽറ്റീസൊക്കെ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ കൊടുത്ത് അവരെ ബിൽഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് കയറുക. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ശരി, ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ശരി, വിത്തൗട്ട് എനി നോളേജ് ക്ലാസ്സിൽ വന്നിരുന്നാലും നമുക്ക് അവർക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ലോ സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. സോ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും കുട്ടികൾ പുതുതായിട്ട് പഠിക്കുകയാണ്. ടാക്സ് ആണെങ്കിലും ഓഡിറ്റ് ആണെങ്കിലും കോസ്റ്റിംഗ് ആണെങ്കിലും. സോ ഈ 2 സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടി ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ആ കുട്ടി ചിലപ്പം സയൻസ് ആയിരിക്കാം, കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ കുട്ടി 4 സബ്ജക്റ്റുകൾ പഠിക്കണം. അതിൽ 1-2 സബ്ജക്റ്റുകൾ പുതുതായിട്ട് വരും. ഓൾറെഡി ഉള്ള സബ്ജക്റ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, അൺലേൺ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു കുട്ടി ഇൻ്ററിലേക്ക് വരുമ്പോൾ ഒരു ഹെഡ് വെയിറ്റ് ഉണ്ടാവും. ഞാനിത് കഴിഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ളൊരു ഇതുണ്ടാവും. ആ ഒരു ഹെഡ് വെയിറ്റ് ഡിഗ്രി കുട്ടികൾക്ക് വലുതായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ അവർ ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് എനിത്തിങ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും, അത് മാത്രമല്ല അവർക്ക് അറിയാം ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മുടെ കൂടെ ഫൗണ്ടേഷനിൽ പാസ്സായി വന്ന കുട്ടികളുണ്ട്, അവർക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ഡിഗ്രിക്കാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവാറുമുണ്ട്. ഇപ്പോൾ സാറിൻ്റെ സബ്ജക്റ്റ് ലോ ആണ്, കേരളത്തിൽ തന്നെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഫാക്കൽറ്റിയാണ്. അപ്പോൾ വൈ ലോ? ഇത്രയും സബ്ജക്റ്റുകളുണ്ട്, സാർ എന്തുകൊണ്ട് ലോയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? അതിപ്പം ഈ ഉത്തരം കേൾക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ലോ എന്നുള്ള പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ലോ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് തിങ് ഈസ് ഒരു തിയറി പേപ്പർ ആണല്ലോ. CA എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കോഴ്സാണ്. പക്ഷെ അതിൽ തന്നെ വരുന്ന ഒരു തിയറി പേപ്പറാണ് ലോ എന്ന് പറയുന്നത്. ഓഡിറ്റൊക്കെ പോലെ ലോ ഒരു തിയറി പേപ്പറാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു ലോ അധ്യാപകനായിട്ട് കരിയർ തുടങ്ങിയ ആളല്ല. ഞാൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് അക്കൗണ്ട്സും അതേപോലെ തന്നെ എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. CA ഫൗണ്ടേഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുത്തത് പ്രോബബിലിറ്റിയാണ്, അതായത് മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. പക്ഷെ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത എന്തോ ഒരു
സ്പാർക്കും അല്ലെങ്കിൽ ഒരു 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 സാറ്റിസ്ഫാക്ഷനും ഈ സബ്ജക്റ്റിൽ കിട്ടാനുള്ള ഒരു റീസൺ, ഞാൻ 10ാം ക്ലാസ് വരെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളൊരു മലയാളം വാക്ക് സംസാരിച്ചാൽ ഫൈനൊക്കെ അടിച്ച് വരുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കേരള സിലബസിലേക്ക് പോയ സമയത്ത് എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി. കാര്യം കേരള സിലബസിലെ +1 +2 ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത്, അഥവാ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതായത് ലാംഗ്വേജ് പേപ്പേഴ്സ് ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കൂടുതൽ പറ്റിയതുകൊണ്ട് തന്നെ പണ്ട് മുതലേ തിയറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഞാൻ ഇനി സയൻസ് എടുക്കില്ല +1ലേക്ക് വരുമ്പം. കാര്യം അതിലുള്ള ടേംസും കുറേ മെഡുല്ല ബ്ലങ്കട്ട അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ടേംസ് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ തന്നെ എനിക്ക് സയൻസിന് മാർക്ക് പറയുമ്പോൾ ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ +1 കൊമേഴ്സ് എടുത്തോളൂ, പക്ഷെ 10ാം ക്ലാസ് ആണോ സ്കോർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടെങ്കിലും പഠിക്കടാന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞിട്ട് ഈ ഒരു സബ്ജക്റ്റ് ഒരു കോഴ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് മറ്റുള്ളവരെക്കാൾ, അതായത് എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളെക്കാൾ മാർക്ക് കൂടുതലാണെങ്കിലും പാസ്സാവുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. പിന്നെ എൻ്റെ ഒരു ലോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്, ഞാനതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. 2 ദിവസം മുന്നേ അപ്പോൾ CMൻ്റെ മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് CMൻ്റെ മുന്നേ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടൊരു സംഭവം, ഒരു പൂക്കി സംഭവങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 3 ദിവസം മുന്നേ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നു, അതായത് MVDയുടെ കുറേ സജഷൻസ് വന്നു, സീറ്റ് കവർ മാറ്റാം. അപ്പോൾ ഞാൻ 3 ദിവസം മുന്നേ ക്ലാസ് തുടങ്ങിയത് ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിനാണ്. അവർ +1ലോ +2ലോ നിയമം എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല, അവർ പല സബ്ജക്റ്റിനും പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അവരോട് ഈ വെഹിക്കിൾ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടും ചില പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം പണ്ട് നമ്മൾക്കൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളേജോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്സസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത്ഭുതകരം എന്ന് പറയട്ടെ, അവരൊക്കെ കുറച്ചും കൂടി നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ ലോയുമായി കണക്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അവരെന്നെ തിരിച്ച് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, സാർ ഇത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സബ്ജക്റ്റ് കുട്ടികൾക്ക് കൺവേ ചെയ്യുന്നതും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലോ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇത്തരം കാര്യങ്ങളുണ്ടായിരിക്കും. ഈ ഉദാഹരണങ്ങളൊക്കെ ഈവൻ എനിക്ക് തോന്നുന്നു സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഇതുപോലെ വാർത്തകളുണ്ടായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് പണ്ടത്തെ ഒരു കോടതി മുറിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അത് അവർക്ക് ഒരു ഇൻട്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ അവർക്ക് അതൊരു സംഭവമല്ല. പക്ഷെ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനമല്ല നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ആ ഫോണിൽ ഇപ്പം ഗ്രീൻ ലൈനൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ ഒരു ഡിഫക്റ്റ് വന്നാൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരുടെ പാരൻസിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലിക്കോ. അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ഇത് നമ്മുടെ പേഴ്സണലി ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കുറച്ചും കൂടി ഈ ഒരു സബ്ജക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് പണ്ട് ഹിസ്റ്ററി വെച്ചിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾക്ക് അറിയാമല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്ററി എത്രത്തോളം ഫോളോ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോ എന്ന് പറയുമ്പോൾ ഇത് തിയറിയാണ്, ബോറിംഗ് ആണെന്നുള്ള ആ ഒരു വിചാരത്തിൻ്റെ ആവശ്യമില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളൊക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, ഈ BCom കഴിഞ്ഞ് CA എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് BCom പഠിച്ചുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു സംഭവം ഇതും അതും ഭയങ്കര വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും BCom കഴിഞ്ഞ് വരുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ആക്ച്വലി CA ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോഴേക്ക് ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മെച്യൂർ ആയിരിക്കും. അതായത് അവർ ഒരുപാട് എക്സ്പീരിയൻസുകൾ കണ്ടതായിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് വരച്ച് അതേപോലെ തന്നെ കുറേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ലൈഫ് വാല്യൂസ് എന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതായത് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി എതിരെ നിൽക്കുന്ന ആളോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്ന കാര്യം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഫൗണ്ടേഷൻ കുട്ടികളെക്കാൾ കുറച്ചും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം അവരോട് കുറച്ചും കൂടി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും
അപ്പോൾ അവരോട് നമ്മൾക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലോ ഫൗണ്ടേഷൻ കുട്ടികളെക്കാളും ഡിഗ്രി സ്റ്റുഡൻസിന് അത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുന്നേ എൻ്റെ ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എൻ്റെ പാരൻറ്റ് എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം എക്സ്പയർ ആയി. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചുവറായിട്ട് ആ കുട്ടി ഹാൻഡിൽ ചെയ്തു. ഫാമിലിക്ക് അത് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്നിട്ട് നെക്സ്റ്റ് ഡേ എക്സാം എഴുതാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റേറിയൻ ലെവലിൽ നോക്കുമ്പോൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും കുറച്ചും കൂടി മെച്ചുവറായിട്ട് ഇതിനെടുക്കാനൊക്കെ ഡിഗ്രി സ്റ്റുഡൻസിന് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ ലെവലിൽ ഒരു കുട്ടി ചിലപ്പോൾ 3, 4, 5 അറ്റംപ്റ്റ് എടുത്ത് വരുമ്പോൾ ആ കുട്ടിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഫൗണ്ടേഷൻ അറ്റംപ്റ്റ് കൂടുതൽ എടുക്കുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല. ഇറ്റ് ആഡ്സ് ഓൺ ടു യുവർ എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ് വാല്യൂസ് എന്നുള്ളതാണ്. ഒരാൾ CA ആയി എന്ന് പറയുമ്പോൾ തന്നെ അയാൾ 3 ലെവൽസ് ഓഫ് എക്സാംസ് എഴുതി കഴിഞ്ഞു. ആ സമയത്ത് അയാളുടെ ഒരുപാട് സ്കില്ല് ഷോക്കേസ് ചെയ്തും കഴിഞ്ഞു, അക്കാഡമിക്കലി ഒക്കെ. എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് അയാൾ ജോലി ചെയ്ത് പഠിക്കുകയാണ്. എന്നാൽ പോലും വൺസ് ഒരു പ്രൊഫഷണലായി കഴിയുമ്പോൾ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിയുമ്പോൾ അയാളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഒരു അടിപൊളി CA ആവാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. കാര്യം നമ്മൾ എത്രത്തോളം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുവോ അത്രത്തോളം എക്സ്പീരിയൻസുകൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് കൂടുതൽ അടുത്തറിയുമ്പോൾ അവരെ ലൈഫ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആഡ് ഓൺ ചെയ്യും. ബേസിക്കലി നമ്മളൊരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മൾ ഒരു ഫോണിൽ നോക്കി ഒരു മൂവി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ബുക്ക് വായിച്ചിട്ടോ പോകുന്നതിന് പകരം തൊട്ടിപ്പുറത്തുള്ള ഒരാളുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതാണ്. പണ്ട് ഞാൻ CA ഫൈനൽ പഠിക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരാൾക്ക് സീറ്റ് കൊടുത്തു. ഞാൻ കുറച്ച് മാറിയിരുന്നു, ഇപ്പുറത്ത് അയാളിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ CA ഫൈനലിലെ ലോ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, CA ആണല്ലേ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് പ്രായമുണ്ട്. അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ മകനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതിൽ നിന്നൊരു സ്പാർക്ക് വന്നു. ലൈക്ക് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരാളെ കണ്ട് അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മകനൊരു CA ആണെന്ന് പറയുമ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടി എനിക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു സീനിയറെ എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ നെറ്റ്വർക്ക് ബിൽഡാവും, ആ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു സ്കില്ലെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. കാര്യം ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്, AI വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്കില്ലായിട്ട് പിന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു കാര്യം. പിന്നൊന്ന് നമ്മുടെ നോളേജിനെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു റൂമിലിരുന്ന് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം ഫീൽഡിലേക്ക് ഇറങ്ങി അവരോട് ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു ഫ്രീ മാർക്കറ്റിംഗ് ടൂളായിട്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ് റിലേറ്റഡോ അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡോ ഒരു ഡൗട്ട് വന്നാൽ ആ ഡൗട്ടുകളെ പറ്റി ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരിക്കുന്ന, നമ്മൾ ലോ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ലോ വരുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടും സിമ്പിളായിട്ടുള്ള ഈ മറ്റേ എന്താ പറയുക ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ഏറ്റവും സിമ്പിളായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവില്ല ഏറ്റവും ബേസ് ലെവലിൽ, അതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് നോളേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബേസിക്കലി നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. AI ഒക്കെ പോലെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്കില്ലാണ്. അതുപോലെ തന്നെ നോളേജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്കില്ലാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ ഹീസ് എ CA ഫോർ ലൈഫ്. സോ ടിൽ ദി എൻഡ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 20 വർഷം മുന്നത്തെ ഒരു CAക്ക് അന്നത്തെ ഒരു സ്കിൽ സെറ്റ് വെച്ചിട്ട് ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കഴിഞ്ഞാൽ ഇതേ സ്കിൽ സെറ്റ് ആയിരിക്കില്ല. സോ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ തിങ്. എനിക്ക് തോന്നുന്നു പല കോഴ്സുകൾക്കും ഫസ്റ്റ് ലെവൽ കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ PG ഉണ്ടാവും, അതിനടുത്ത ഘട്ടം ഉണ്ടാവും. CA കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അത്തരത്തിലൊരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഇത് നമ്മൾ തന്നെ പല കാര്യങ്ങളും അങ്ങോട്ട് പോയി പഠിച്ച് കണ്ടെത്തി, ഈവൻ ICAയുടെ പല വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അത് അങ്ങോട്ട് അറ്റൻഡ് ചെയ്ത് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുത്താലായിരിക്കും ഈ കരിയർ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. അതെ, അതിൽ ICA കൃത്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ICA നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്താലും ഒരു CA പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ
വർഷത്തിൽ 60 മണിക്കൂർ അല്ലെങ്കിൽ 40 മണിക്കൂർ നിർബന്ധമായിട്ടും ICAയുടെ സെഷൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ മെമ്പർഷിപ്പ് വരെ ഭാവിയിൽ ക്യാൻസൽ ആയേക്കാവുന്ന ഒരു പ്രശ്നമാണ്. സോ ICA എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ആ ഒരു നോളജ് അപ്ഡേറ്റ് ആണെങ്കിലും ഇതുപോലുള്ള റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെമ്പേഴ്സ് അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു നിർബന്ധമായി മാറിയിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ജോലി കിട്ടിയിട്ട് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ വെറുതെയാണ്. അതെ അതെ, സത്യം. പണിയെടുക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് ആ ലൂപ്പിലേക്ക് എല്ലാവരും കയറും എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇന്ത്യൻ കോഴ്സായ CA പഠിച്ചാൽ ഇന്ത്യക്ക് പുറത്ത് എങ്ങനെയൊക്കെയാണ് അവസരങ്ങൾ? അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരാണ്. ഇന്ത്യൻ കോഴ്സായ CAയുടെ ഫുൾ ഫോം ഈസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. സോ അന്നത്തെ ആ ബ്രിട്ടീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പേര് ഒരു സംഭവം ഉൾക്കൊണ്ടിട്ടാണ് CA ആയത്. അപ്പം ഞാൻ കുട്ടികളോട് തമാശക്ക് പറയാറുണ്ട്, IPC ഇന്ത്യൻ പീനൽ കോഡ് പേര് മാറ്റി ഇപ്പം ഭാരതീയ ന്യായ സംഹിതയായി. അപ്പോൾ ഭാവിയിൽ ഇനി അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ടേം മാറുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഭാരതീയ അക്കൗണ്ടന്റ് എന്നൊക്കെ ആക്കുകയാണെങ്കിൽ BA ആയി, അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടന്റ് ആക്കുകയാണെങ്കിൽ IA ആയി. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചിരിക്കും. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ പ്രസക്തി ഇന്ത്യക്ക് പുറമേ കൂടുതലുണ്ട് എന്നുള്ളതാണ്. കാര്യം എൻ്റെ പാസ്സായിട്ടുള്ള ഒരു 100 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു 30 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിലൊരു 27 പേര് വർക്ക് ചെയ്യുന്നത് എബ്രോഡായിരിക്കും. അതിലൊരു 25 പേര് വർക്ക് ചെയ്യുന്നത് UAE-യിലായിരിക്കും. 1-2 പേര് സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലൊക്കെ ആയിരിക്കും. സോ പണ്ട് മുതലേ ഉള്ള ഒരു ഗൾഫിനോടുള്ള ആ ഒരു അപ്രോച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം ഫസ്റ്റ് തിങ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾക്ക് അബ്രോഡ് പോകണം, അവിടെയുള്ള കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്ത് അവിടെ ഏൺ ചെയ്തിട്ട് നാട്ടിലേക്ക് പൈസ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചിന്തിക്കുന്നത്. അറിയാലോ, മലബാറിന്റെ ഒരു ലെഗസി തന്നെ ഉണ്ട്. നമ്മൾ നോർത്ത് കേരളയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പേര്, ഞാൻ ഈ ചോദ്യം സാറിനോട് ചോദിച്ചുകൊണ്ട് എനിക്കും അറിയാം, സംഭവം ഇന്ത്യൻ CA എടുക്കുന്നതെങ്കിലും അത് കഴിഞ്ഞാലും ഗൾഫിൽ പോകണം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ. പക്ഷെ മൈൻഡ് സെറ്റ് മാറി. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം 2 വർഷമോ 5 വർഷമൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്ത് തിരിച്ച് വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യണം എന്നൊക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് അബ്രോഡ് പോകുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ആവണം, വർഷം അവിടെ നിൽക്കണം, അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. എന്നാൽ കുറച്ച് വർഷം കഴിഞ്ഞ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയാണ് ശരിക്ക് UAE-യിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ എന്തൊക്കെ തരം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരെ കാത്തിരിക്കും? ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം സൈനിങ് പവർ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള അറിയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും അവിടെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറയുമ്പം റീസെൻ്റ്ലി ഉള്ള ഒരു സംഭവ വികാസങ്ങളെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് UAE-യിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലുള്ള സിറ്റുവേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അഥവാ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടല്ല, മുഴുവൻ ഒരു എക്കണോമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ട്. US ഇറാൻ്റെ ഒക്കെ വാറുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5000 ദിർഹംസ് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നോർമൽ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി എന്ന് പറയുകയാണ്, ഒന്നുകിൽ ഇവിടുന്ന് ലീവ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ 1000 ദിർഹംസിലേക്ക് മാറാം, അല്ലെങ്കിൽ അൺപെയ്ഡ് ലീവിന് നാട്ടിലേക്ക് പോവാം. ഇങ്ങനെ ഫേസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ CAയിലേക്ക് വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്ത് തുടങ്ങിയ അല്ലെങ്കിൽ അത് വളരെ മിനിമലായ അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും മിനിമലായ ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളൂ. കാര്യം ഒന്ന് ഹൈ പേയിങ് ജോബായിരിക്കും, പക്ഷേ ഈ CAസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനീസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പേഴ്സണലി ഞാൻ എടുത്തു പറയാതെ തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ പല സുഹൃത്തുക്കളും അവരാണ് ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേൾഡ് വൈഡ് ഉള്ള അല്ലെങ്കിൽ നാഷൻ വൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ UAE-യിലൊക്കെ പെർഫോം ചെയ്യുന്ന ചില കമ്പനീസിലെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. സോ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അവിടെ ഓൾറെഡി ഒരു ഹോൾഡ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഗൾഫിലേക്ക് പോകുമ്പോൾ ഇത് റിലവൻ്റ് ആവുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ സിലബസിൻ്റെ ഏത് ഭാഗമാണ് അവിടെയും ആപ്ലിക്കബിൾ ആവുന്നത്? കാര്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഗൾഫിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. കോർപ്പറേറ്റ് ടാക്സ് അവരെന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതുപോലെ തന്നെ UAE-യിലും മറ്റ് കൺട്രീസിലൊക്കെ VAT ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അധികം വൈകാതെ അവർ ഇൻകം ടാക്സ് കൂടി ഗൾഫ് കൺട്രീസിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഈ സാധനം ഈ ഇന്ത്യൻ CA പഠിക്കുന്ന ഒരാൾക്ക് ഇതിലൊക്കെ തന്നെ എക്സ്പെർട്ടീസ് കിട്ടും എന്നുള്ളതാണ്. കിട്ടുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് വർഷമായിട്ട് ഇൻകം ടാക്സും അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൊക്കെ ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും. ഈ ഒരു UAE VAT അതേപോലെ കോർപ്പറേറ്റ് ടാക്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഈ പറയുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് ഇന്ത്യൻ CAക്കാരെയാണ്. കാര്യം അവർക്ക്
ഇന്ത്യൻ സി എക്കാരും അതേപോലെ തന്നെ എസ് സി സി എക്കാരും അതേപോലെ തന്നെ സി എം എക്കാരും സി എസ്സുകാരൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. കാരണം അവർക്ക് ഓൾറെഡി ഉള്ള ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നാണ് അവർ വന്നത്. പണ്ട് കാലത്ത് ഒരു ഇന്ത്യൻ സി എക്ക് UAE പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതും നമ്മൾ വർക്ക് ചെയ്യുന്നതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ആ കമ്പനിയെ മൊത്തം സ്ട്രക്ചറൈസ് ചെയ്ത് ഈ ഒരു UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യൻ CS ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇത്രയും വർഷം ടാക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം UAE പോയിട്ടൊരു കമ്പനിയിൽ UAE വാറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് മറ്റേ കടലിൽ നീന്തിയ ഒരാൾ പുഴയിൽ പോയിട്ട് നീന്തുന്ന പോലെയാണെന്നാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും വർഷം നമ്മൾ സ്പെൻഡ് ചെയ്തു, അവിടെ പോയാൽ ഗെറ്റ്സ് ഈസിയർ. ഇനി ഭാവിയിൽ ഇൻകം ടാക്സ് കൂടി വരുമ്പോൾ അതിനും ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുക ഇന്ത്യൻ CSനെ തന്നെയാണ്. അപ്പോൾ UAE പോലുള്ള കൺട്രീസൊക്കെ ഇക്കാര്യത്തിൽ അവരുടെ നാഷണാലിറ്റീസിലുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് ആപ്റ്റായി വരുന്നേ ഉള്ളൂ. ആ ഒരു ഫീൽഡ് ആര് കൈയടക്കിയിട്ടുണ്ട് ഓൾറെഡി? മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓൾറെഡി കൈയടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിതിന് മുൻപ് ഇതേപോലൊരു ഓൺലൈൻ സെഷൻ വെച്ചപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ ഫോക്കസ് ചെയ്യാൻ സംസാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ പഠിക്കാൻ CA പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ എന്തുകൊണ്ട് ട്രിപ്ലൈയിലേക്ക് വരണം? വൈ ട്രിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്ലൈ ഒരു ഫാക്കൽറ്റി നിങ്ങൾക്ക് സാറിൻ്റെ ഉത്തരത്തായിരിക്കും. മൈ സിംഗിൾ ആൻസർ വുഡ് ബി ലെഗസി. കാരണം ഇത് നമ്മൾ ലെഗസി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന നമ്മളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം എന്നെ പഠിപ്പിച്ച സാറന്മാർ ട്രിപ്ലൈയിലുണ്ട്, ഓക്കെ, ഞാൻ ട്രിപ്ലൈയിലുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവർ CA ഇൻ്റർമീഡിയറ്റ് ഒക്കെ ആയിട്ട് മെൻറ്റേഴ്സായിട്ട് ട്രിപ്ലൈ ഉണ്ട്. സോ ബേസിക്കലി നമ്മളൊരു ജനറേഷണൽ ഇത് നോക്കുന്ന സമയത്ത് 3 തലമുറകൾ, പ്രായത്തിൻ്റെ അല്ല പക്ഷേ ഓരോ ബാച്ചസ് വെച്ച് നോക്കുമ്പോൾ അത്രയും ആൾക്കാർ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ട്രിപ്ലൈ എന്ന് പറയുന്നത്. പേഴ്സണലി ജസ്റ്റിൻ സാറും അൻവർ സാറുമാണ് എന്നെ CA ഫൈനൽ ലെവലിൽ പഠിപ്പിച്ച ഫാക്കൽറ്റീസിൽ എനിക്ക് ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ തൃശ്ശൂരേക്കും അതേപോലെ തന്നെ ബാംഗ്ലൂരേക്കൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന ആ ഒരു ഫാക്കൽറ്റി പൂളിൻ്റെ ഒരു ഭാഗമാവാന്ന് പറയുന്നതിലാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷെയിൽ സാറാണെങ്കിലും CA ഫൗണ്ടേഷനിലും ഇൻ്ററിലൊക്കെ എന്നെ പഠിപ്പിച്ചൊരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇവരുടെ കൂടെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യത്തിനപ്പുറത്ത് അവരുടെ അടുത്തു നിന്ന് കിട്ടുന്ന ഒരുപാട് നോളേജും, ഇപ്പോഴും ഞാനും അവരും ഒരേ ബാച്ചിന് പഠിപ്പിക്കുന്നതാണെങ്കിലും ഞാനിപ്പോഴും അവരുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ നോളേജും അല്ലെങ്കിൽ ഓരോ അഡ്വൈസും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അത് എൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ. കാരണം എല്ലാ കാര്യങ്ങളും ചിലപ്പം അവർ കൂടുതൽ ആൾക്കാരും CA ഫൗണ്ടേഷൻ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് അല്ല, കൂടുതൽ CA ഇൻ്ററും CA ഫൈനലൊക്കെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസാണ്. അവർ CA ഫൗണ്ടേഷൻ കുട്ടികളെ കാണുന്നില്ല. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന നോളേജ് CA ഫൗണ്ടേഷൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. ട്രിപ്ലൈയുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈവൻ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി തിരഞ്ഞെടുക്കുന്ന ഫാക്കൽറ്റീസിന് ഒരു ലിസ്റ്റ് ഉണ്ട്. അതിലിപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, അതിൻ്റെ ജനറേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ സീനിയറായിട്ട് ആൾക്കാരുണ്ട്, അതിൽ അവർ പഠിപ്പിച്ചതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ അടുത്ത കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, മെൻറ്റേഴ്സായിട്ട് ഇപ്പോൾ വരുന്ന കുട്ടികൾ പലരും ഇവർ പഠിപ്പിച്ച കുട്ടികളായിരുന്നു, നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരാണെന്നുള്ളതാണ്. സോ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രൈഡാണ്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നെന്ന് സാറ് പറയുന്നതിൽ ഒന്നുകൂടി സന്തോഷമുണ്ട്. മാത്രമല്ല ഇവിടെ പഠിച്ച കുട്ടികളും പുറത്ത് പഠിച്ച കുട്ടികളടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മെൻറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. കാര്യം അവർക്കറിയാം ഇവിടുത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഡെയിലി ബേസിസിലുള്ള എക്സാമുകളാണെങ്കിലും കൃത്യമായ ഫോളോ അപ്പ് ആണെങ്കിലും ആ ഒരു സിസ്റ്റത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സും അതേപോലെ തന്നെ ഫാക്കൽറ്റീസും നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. വൺസ് അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റിസൾട്ട് ഉണ്ടാവും. പിന്നെ റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഏത് റിസൾട്ട് ഡേയും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രിപ്ലൈക്ക് എത്ര റിസൾട്ട് ഉണ്ട്, നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നതിൽ ട്രിപ്ലൈ ഒരുപാട് വർഷമായിട്ട് ഇടുന്ന എഫേർട്ടും അതിലൂടെ നമ്മളിപ്പം കുട്ടികളോട് പറയും ഡെയിലി നമ്മളിടുന്ന എഫേർട്ടിൻ്റെ ഒരു ആവറേജാണ് നമ്മുടെ റിസൾട്ട്. അതേപോലെ തന്നെ ഡെയിലി ബേസിസിൽ ട്രിപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് ഫാക്കൽറ്റീസ്, ഇപ്പോൾ നമ്മൾ ഫാക്കൽറ്റീസിനെ എടുത്ത് പറയുമ്പോൾ നമ്മൾ പേര് പറയാത്ത ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു അപ്രീസിയേഷൻ അവർ ഡിസേർവ് ചെയ്യുന്നു. ആ ഫാക്കൽറ്റീസ് മാത്രമല്ല, നമ്മളെ ഡെയിലി ഫോളോ അപ്പ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ട്രിപ്ലൈയുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഫുൾ എക്കോസിസ്റ്റത്തിൽ ഇനിയിപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ മാർക്കറ്റിംഗ് ടീമാണെങ്കിൽ പോലും കൃത്യമായിട്ട് എന്താണോ കുട്ടികൾക്ക് ഓരോ സമയത്ത് വേണ്ടതെന്നുള്ള പൾസ് മനസ്സിലാക്കി എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ ഒരു കോഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണെങ്കിലും സൊസൈറ്റിക്കും കുട്ടികൾക്കും കൊടുക്കുന്ന കാര്യത്തിൽ ട്രിപ്ലൈ എപ്പോഴും ഫ്രണ്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പണ്ട് മുതലേ ട്രിപ്ലൈ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി
അത് എന്ത് ചെയ്യുന്ന കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അതേപോലെ തന്നെ ഫാക്കൽറ്റീസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു മുഴ മുന്നേ തന്നെ ട്രിപ്പിൾ ഐ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം എക്സ്പ്ലോർ. ഇനി അങ്ങോട്ടേക്ക് 2-3 വർഷത്തേക്കുള്ള ഷെഡ്യൂൾ പോലും ട്രിപ്പിൾ ഐ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ഫാക്കൽറ്റീസിൻ്റെ ഫില്ലാക്കിയിട്ടുണ്ട്. കാര്യം അവർക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ കുട്ടികൾ വരുന്നു, റിസൾട്ട് കൂടുതൽ ഓരോ അറ്റംപ്റ്റ് വരുമ്പോഴും കുട്ടികളുടെ റിസൾട്ടുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഒരാൾ CA കംപ്ലീറ്റ് ചെയ്യുന്നത് എല്ലാ എക്സാംസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് വന്നിട്ടാണെന്ന് വിചാരിക്കുക. അപ്പുറത്ത് മറ്റൊരാൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ട് ആണ് പാസ്സായത്, പല ഫെയിലിയേഴ്സും നേരിട്ടു, വീണ്ടും എഴുതി പാസ്സായി. അപ്പോൾ ഈ 2 പേരും കരിയറിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അവരുടെ വാല്യൂൽ ഉണ്ടാവുന്നുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എല്ലാം ആദ്യ അറ്റംപ്റ്റിൽ പാസ്സാവുന്ന വളരെ റയറായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും ഞാൻ ചോദിക്കണം, ഹൈപ്പോത്തറ്റിക്കലി എനിക്ക് തോന്നുന്നു ഒരു LKG മുതൽ ചിലപ്പോൾ CA പഠിക്കുന്നത് വരെയും ചില കുട്ടികൾ ഒരു എക്സാം പോലും തോറ്റിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. ആദ്യമായിട്ട് ഇവിടെ ആയിരിക്കും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുക്കേണ്ടി വരിക. അപ്പോൾ ആ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫെയിലിയർ വരുന്ന സമയത്ത് അയ്യോ എൻ്റെ CA ഒരു തോൽവി വന്നു എന്നുള്ളൊരു ബ്ലാക്ക് മാർക്ക് വീഴുന്ന പോലെ വിചാരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവിടെയുള്ളൊരു കാര്യം, CA ഫൗണ്ടേഷൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുത്ത് വരുന്ന ഒരു കുട്ടിയും CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുന്ന ഒരു കുട്ടിയും വരുന്നത് ഒരേ സിലബസിലേക്കാണ്, CA ഇൻ്റർമീഡിയറ്റിലേക്ക്. അവിടെ അറ്റംപ്റ്റുകളുടെ എണ്ണം റെലവൻ്റ് ആവുന്നില്ല. ഇനി CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കുമ്പോൾ ആർട്ടിക്കിൾഷിപ്പാണ്. അപ്പോൾ CAൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ല. ഫൗണ്ടേഷൻ എത്ര അറ്റംപ്റ്റ് എടുത്തു, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ, ഇൻ്റർ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളതൊരു മാറ്റർ അല്ല. CA ഫൈനൽ പാസ്സായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫൈനലിലെടുത്ത അറ്റംപ്റ്റുകൾ മേ ബി 2-3 അറ്റംപ്റ്റുകളുടെ എണ്ണം ചില കമ്പനീസും ചില ഫേംസും എന്ത് ചെയ്യാറുണ്ട്, ഒരു സ്റ്റാൻഡേർഡായിട്ട് വെക്കാറുണ്ട്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ കൺസിഡറിങ് മെനി ഫാക്ടേഴ്സ്. അവർക്ക് ഈ ഇപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 8 അറ്റംപ്റ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, CA ഫൈനലിൽ എടുത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് അവർ അത്രയും ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പിന് ശേഷം ഒരു അറ്റംപ്റ്റോ 2 അറ്റംപ്റ്റോ 3 അറ്റംപ്റ്റോ കൊണ്ടോ CA ഫൈനൽ പാസ്സായ ഒരു കുട്ടിക്ക് കുറച്ചും കൂടി അവർ ചെയ്ത വർക്കിനോടൊരു കണ്ടിന്യൂറ്റി കിട്ടും. അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ജോബിലേക്ക് കയറാൻ പറ്റും. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ആ ഗ്യാപ്പ് ഒന്ന്, അതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അറ്റംപ്റ്റ് ഒരു മാറ്ററായി മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഫൗണ്ടേഷനിലോ ഇൻ്ററിലോ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് നമ്മൾ പോലും ആസ് എ ഫാക്കൽറ്റി കുട്ടികളോട് അത് ചോദിക്കാറില്ല. ആ ചോദ്യത്തിന് പല രീതിയിലാണ് കുട്ടികൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോളേജ്. ഒരു കുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ഫേവറബിളായി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലക്ക് എന്ന് പറയുന്നത്. ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ എക്സാമിന് വന്നു, അത് എഴുതാൻ പറ്റി, ആ കുട്ടി പാസ്സായി. ആ ലക്ക് ഫാക്ടർ ഇല്ലാത്ത എന്നാൽ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട ഒരു കുട്ടിയാണ് അപ്പുറത്ത് ഫെയിൽ ആകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി പിന്നെ എഫേർട്ട് ഇട്ടിട്ട് 2nd or 3rd അറ്റംപ്റ്റിൽ പാസ്സാകുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടിയേക്കാളും ചിലപ്പോൾ എക്സ്ട്രാ എഫേർട്ടും അതേപോലെ തന്നെ എക്സ്ട്രാ ഡെസ്പറേഷനും എക്സ്ട്രാ ഒരുപാട് ഹാർഡ് വർക്കും ചിലപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുത്ത കുട്ടി, ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്ത കുട്ടിയെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വില കുറച്ച് കാണില്ല. പക്ഷെ ആ ഒരു നോളേജ് എക്സ്പീരിയൻസും റിപ്പീറ്റർ സ്റ്റുഡൻസിന്, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഫൗണ്ടേഷൻ ഇൻ്റർ ലെവൽ റിപ്പീറ്റ് സ്റ്റുഡൻസിനാണ്. അപ്പോൾ അവർക്ക് നമുക്കൊരു എക്സ്ട്രാ എന്ത് കാണാൻ പറ്റും, ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അവർക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി നോളേജ് നമുക്ക് കാണാറുണ്ട്. അല്ലാണ്ട് എവിടെയും അറ്റംപ്റ്റുകളുടെ എണ്ണം ഒരു റെലവൻറ്റ് ഫാക്ടർ ആവുന്നേ ഇല്ല. ഞാൻ ഫൈനൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫൈനലിൽ 2ാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായ ആളാണ്. അപ്പോൾ എന്നേക്കാൾ മുന്നേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് ഒരു റാങ്ക് ഹോൾഡറാണ്. റാങ്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഫൗണ്ടേഷനിലോ ഇൻ്ററിലോ ഫൈനലിലോ റാങ്ക് അടിച്ചിട്ടാണ് പാസ്സാകുന്നതെങ്കിൽ അതൊരു ഭയങ്കര കളർഫുള്ളായിട്ട് നമുക്ക് പ്രൊഫൈലിലും ലിങ്ക്ഡിനിലും നമ്മുടെ ഒരു കരിയറിലേക്കും ആഡ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് നമ്പർ ഓഫ് അറ്റംപ്റ്റുകളുടെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിഫറൻസ് വരുന്നു എന്നുള്ളത് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലിലേക്ക് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഇൻ്ററിലോ ഫൗണ്ടേഷനിലോ ആ ഒരു ഗ്യാപ്പ് വരാറില്ല. പിന്നെ ഒരു കാര്യം, ഒരു കുട്ടി എപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സിനേക്ക് വന്നത്, +2 കഴിഞ്ഞിട്ട് വരാം, ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വന്ന കുട്ടി +2 കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്നും ഒരു കമ്പനി അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കുട്ടി എപ്പോൾ +2 കഴിഞ്ഞു എന്നല്ല അവർ നോക്കുന്നത്, അവർക്ക് കൃത്യമായ നോളേജ് ഉണ്ടോ, നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിയും പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കമ്പനീസ് സീക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് എപ്പോൾ +2 കഴിഞ്ഞു, എപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇതൊന്നും നോക്കാൻ കമ്പനീസിനും അതേപോലെ തന്നെ ATS സോഫ്റ്റ്വെയർസിനൊന്നും അത് നോക്കാനല്ല സമയം. അതിന് പകരം മറ്റുള്ള സ്കിൽ സെറ്റാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം BCom കഴിഞ്ഞ് CA എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ചിലപ്പോൾ ഒരു കൺസേൺ എന്തായിരിക്കും, ഓൾറെഡി 3 വർഷം എൻ്റെ കരിയറിൽ പോയി, ഇനി ഞാൻ CA എടുത്തു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എഴുതിയില്ലെങ്കിൽ പോലും ഒരു 3 വർഷം കൂടെ കഴിയും. അപ്പം
ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ജോലി കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇത് വേണ്ട, കുറച്ചുകൂടി ഷോർട്ടർ ഡ്യൂറേഷണൽ കോഴ്സ് എടുക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവരാ ഡ്യൂറേഷൻ എടുത്തു, ഒരു 3 വർഷം കൂടെ പഠിക്കാനുള്ള ഇട്ട് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന ഒരു വ്യത്യാസം അത് വെർത്താണോ എന്നുള്ളതാണ്. അത് സാറ് ഒരു ആസ് എ CA പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതായത് ഒരു 3 വർഷം കൂടെ എടുത്താലും ഇത് എത്രമാത്രം വെർത്തായിരിക്കും ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. ഒരു കുട്ടി ഓൺ ആവറേജ് നമ്മൾ പറയുമ്പോൾ 18 വയസ്സിൽ +2 കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ആ കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 21 വയസ്സാവും. 21-22 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്, കരിയറിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി തുടങ്ങുന്ന കാര്യമാണ് അവരെ ഫാമിലിക്ക് ആവശ്യമുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ് 21-22. അപ്പോൾ ആ കുട്ടികൾ ചിന്തിക്കും 4 വർഷം ഈ ഒരു കോഴ്സിനേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 25 വയസ്സാവുമല്ലോ. റിയാലിറ്റീസ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും 25 വയസ്സാവും. അപ്പോൾ അവിടെ ഈ ഒരു 4 വർഷത്തിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു മാറ്ററാണ്. അപ്പോൾ ആ സമയം ഇവർ ഇതിന് വേണ്ടി അല്ലെങ്കിൽ CA കോഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 25 വയസ്സിൽ അവർ ക്വാളിഫൈ ചെയ്ത് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. പ്രാക്ടീസ് ആണെങ്കിലും അതേപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ടോപ്പ് പൊസിഷനിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതേസമയം ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ചെറിയ ഷോർട്ട് ടേം ഗോൾസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സ് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ 25 വയസ്സിൽ CA കംപ്ലീറ്റ് ആകുന്ന ഒരാളുടെ അണ്ടറിലേക്കായിരിക്കും നമ്മൾ പോവേണ്ടി വരിക. ഒബ്വിയസ്ലി ഏതൊരു എക്കോസിസ്റ്റം Big 4 ആണെങ്കിലും, Big 4 എന്ന് വെച്ചാൽ വേൾഡ് ടോപ്പ് മോസ്റ്റ് 4 അക്കൗണ്ടിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫേംസിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് അക്കൗണ്ടിങ് ഫേംസിലാണെങ്കിലും CA എന്ന് പറയുന്നൊരു ക്വാളിഫിക്കേഷന് കിട്ടുന്ന അതേ വർത്ത് ഒരിക്കലും ഒരു ഡിഗ്രിക്കാരന് കിട്ടൂല. ഒരു ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ CA ഉണ്ട്, ഡിഗ്രി ഉണ്ടെങ്കിൽ അവർ ഡിഗ്രിക്കാരനെ CAയുടെ അണ്ടറിലാണ് അവർ പ്ലേസ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് തീരുമാനിക്കാം വെദർ ടു ബി എ ലീഡർ അല്ലെങ്കിൽ ഒരു ടോപ്പ് പൊസിഷനിൽ പോകണോ, അതോ താഴ്ന്ന് തുടങ്ങിയിട്ട് ഒരു 5, 8, 10 വർഷം കൊണ്ട് മുകളിലേക്ക് എത്തണോ എന്നുള്ളത് കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം 3 വർഷം 4 വർഷമാണ് പഠിക്കുന്നതെങ്കിലും ഇത് കഴിഞ്ഞിട്ട് അടുത്ത 50 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3-4 വർഷം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 വർഷം ഒരു വേസ്റ്റായിട്ട് കാണാണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പല കുട്ടികളും ഡിഗ്രി കഴിയുമ്പോഴേക്കും ഏൺ ചെയ്ത് തുടങ്ങേണ്ട ഒരു ബാധ്യതയൊക്കെ ഏറെക്കുറെ ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് ഇവർ വീണ്ടും CA പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഇതിനുവേണ്ടി ഫീസ് ഇറക്കുക എന്നൊക്കെ പറയുന്നത് പല കുട്ടികളെ സംബന്ധിച്ച് ഒരു കൺസേൺ തന്നെ ആയിരിക്കും. മറ്റു പല കോഴ്സുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ CA എന്ന് പറഞ്ഞ കോഴ്സ് എത്രമാത്രം അഫോർഡബിൾ ആണ്, അതിൻ്റെ ഒരു ഫീസ് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഫീസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ +2 എന്ന് പറയുന്ന 12 വർഷം മുന്നേ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ആ സമയം മുതലേ നമ്മൾ കണ്ടുവന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ CA കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫീസിൻ്റെ വലിയൊരു പ്രൊപ്പോർഷൻ നമുക്ക് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ ട്രെയിനിങ് അഥവാ ആർട്ടിക്കിൾഷിപ്പ് CAയിൽ നിർബന്ധമാണ്. അപ്പോൾ ഓരോ മാസവും നമുക്കൊരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇപ്പം പല കുട്ടികളും ഈ CA 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് പ്ലാൻ ചെയ്യുന്നത് Big 4സിലും അതേപോലെ തന്നെ കമ്പനീസിലൊക്കെ 1 വർഷം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ സമയത്തൊക്കെ അവർ ഏൺ ചെയ്യുന്നത് 20,000 25,000 ഒക്കെയാണ്. ഇതൊരു ക്വാളിഫൈഡ് ആയ ഒരു CAക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറയുന്നത്. CA ഫൈനൽ പ്രിപ്പയർ ചെയ്യുന്ന മുന്നേ തന്നെ മാസം 25,000. അതിലൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നത് HP-യിലാണ്, മറ്റൊരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിലാണ്, വേറെ സ്റ്റുഡൻറ്റ് MTRലും ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സാലറി എന്ന് പറയുന്നത് 40,000 ആണ്. അതായത് ആള് പരീക്ഷ മുഴുവൻ കഴിഞ്ഞിട്ടില്ല, അതെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ കിട്ടുന്ന സാലറി. അതെ, അത് അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് എനിക്കുണ്ട്, മാസം 15,000 ആണ് സാലറി. അതേസമയം ബാംഗ്ലൂർ ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്, മാസം 40,000 ആണ് സാലറി. മറ്റൊരു കാര്യം, ഈ കുട്ടിയെ 40,000 കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വർക്കില്ല. സാറ്റർഡേ സൺഡേ ലീവാണ്, കാരണം കോർപ്പറേറ്റ് ഇത് അനുസരിച്ച് സാറ്റർഡേ സൺഡേ ലീവാണ്. ബാക്കി 5 ഡേയ്സിൽ 2 ദിവസമാണ് അവർക്ക് ഓഫീസിൽ പോകേണ്ടതുള്ളൂ, ബാക്കി 3 ദിവസം വർക്ക് ഫ്രം ഹോം ആണ്. നമ്മളിതിൻ്റെ കളർഫുള്ളായ കാര്യങ്ങൾ മാത്രം പറയല്ല, പക്ഷെ ആ കുട്ടി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ കുട്ടി 5 ദിവസം സ്വന്തം വീട്ടിലാണ്. തൃശ്ശൂരുള്ള വീട്ടിൽ നിന്നും 2 ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക് പോവും, 2 ദിവസം ബാംഗ്ലൂരിൽ ഓഫീസിൽ വർക്ക് ചെയ്യും, തിരിച്ച് നാട്ടിലേക്ക് വരും, തൃശ്ശൂർ ഇരുന്നിട്ട് തന്നെ ബാക്കിയുള്ള ഡേയ്സ് വർക്ക് ചെയ്യും, സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ എഫക്റ്റീവിൽ ഒരു മാസം ആ കുട്ടി വർക്ക് ചെയ്യുന്നത് 20 ദിവസം, എന്നാൽ ആ കുട്ടി ഏൺ ചെയ്യുന്നത് 40,000+ ആണ്. അപ്പോൾ ഇതൊക്കെ ഈ CAൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയ ആളല്ല. ഞാൻ ഫൗണ്ടേഷൻ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഫൗണ്ടേഷൻ അല്ല, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്താവുന്നത് ശരിക്കും ഒരു CA കോഴ്സിൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പണ്ടേ ചെറുപ്പം മുതലേ ടേണിംഗ് പോയിൻറ്റ്സ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫ്രാങ്കായിട്ട് പറയട്ടെ, CA ഇൻ്റർമീഡിയറ്റ് പാസ്സായി ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ളതാണ്
ഒരു കുട്ടിയുടെ ലൈഫിലെ CA സ്റ്റുഡൻറ്റിൻ്റെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ മുതൽ ആ കുട്ടിക്ക് ഏൺ ചെയ്ത് തുടങ്ങാനും ഇതിനൊക്കെ വേണ്ടി പറ്റും. പക്ഷേ പ്രൊവൈഡഡ് ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി ഫസ്റ്റത്തെ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ട് ഇന്റർമീഡിയറ്റ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് ഏൺ ചെയ്ത് തുടങ്ങാനും ഇതേപോലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും. പിന്നെ ഇന്ററിനും ഫൈനലിനും എക്സാംസിന് വരുന്നൊരു ഫീസ് പൊതുവെ എങ്ങനെയാണ്? എക്സാമിൻ്റെ ഫീസ് പറയുകയാണെങ്കിൽ ഒരു എക്സാമിന് നമ്മളൊരു തവണ എക്സാം എഴുതുന്നതിന് 2000 മുതൽ 3000 വരെയാണ് ഒരു എക്സാം ഫീസ്. ഇൻ്റർനാഷണൽ കോഴ്സിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ചിലപ്പം 25,000 30,000 ഒക്കെ വരുന്നുണ്ട്. ഇത് വർഷത്തിൽ 2 തവണ നടക്കുന്ന എക്സാമിന് ഒരു എക്സാമിന് നമുക്ക് 3000 ഫീസ് എന്നതിനപ്പുറത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുന്നത് ക്വാളിറ്റിയിലേക്കാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മാത്രമല്ല ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയാം, ഞാൻ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയ കാലം മുതൽ എൻ്റെ 19 വയസ്സിലാണ് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയത്. 23 വയസ്സിന് ഞാൻ CA കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയ കാലം മുതൽ എനിക്ക് വീട്ടിൽ നിന്ന് 1 രൂപ പോലും എൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങേണ്ടി വന്നിട്ടില്ല. കാര്യം അതൊക്കെ എനിക്ക് എൻ്റെ സ്റ്റൈപ്പൻ്റായിട്ടും അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് സമയത്തെ പേയ്മെൻറ്റിൽ നിന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഡിഗ്രി സ്റ്റുഡൻസിന് എന്തായാലും ഒരു ഇൻസൈറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് കുട്ടികൾ ബിസിനസ്സിലേക്ക് തിരിയുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നല്ല എന്താ പറയുക ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ മറ്റു ഇപ്പോൾ HR കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ധാരണ ഉണ്ടാവാറുണ്ട്, ഉണ്ടാക്കാനുള്ള സോഴ്സസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിനാൻസ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇവർ സ്റ്റക്കാവാറുണ്ട്. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്, ഒരു എക്സ്പെർട്ടീസ് വേണ്ട ഏരിയയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു CA കാരൻ്റെ റിലവൻസ് വളരെ കൂടുതലല്ലേ? ഞാൻ പറയുന്നത് ഒരു ബഡ്ഡിങ് ഓൺട്രപ്രണറെ സംബന്ധിച്ച് ഒരു CA കാരൻ്റെ സഹായം, CA കാരിയുടെ സഹായം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ വളർന്നു വരാൻ പോകുന്ന ബിസിനസ് സ്റ്റാർട്ടപ്പ് കൾച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണത്? അതിൽ ഈ ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുക, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന ഒരു ട്രെൻഡിലുള്ളൊരു ചെറിയൊരു മാറ്റം എന്താ വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെ ഇപ്പം ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാങ്ക്ലി ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഒരു കുട്ടി ഇപ്പം റെയിൽവേയിൽ ഒരു ഹൈജീനിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്തു. 1 വർഷത്തോളം അവർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. 2 ദിവസം മുന്നേ അവരുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടത് ഒരു സെൻട്രൽ മിനിസ്റ്ററിൻ്റെ കൂടെയുള്ളൊരു മീറ്റിങ്ങിലാണ്. അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് നമുക്കറിയാമല്ലോ, റെയിൽവേസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ഹൈജീൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് അവരൊരു സംഭവം കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാക്കൽറ്റീസിൽ തന്നെ ഷെയർ സാറിന് സ്വന്തമായിട്ടൊരു കുബാബ കുഴിമന്തി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പോഡ്കാസ്റ്റൊക്കെ ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകളിലേക്ക് പണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലും ഇന്ന് ബിസിനസ്സിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാനുള്ള കാര്യം നമ്മൾക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്കോസിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് എന്തുണ്ട് ഒരു ബോധമുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റിലുള്ള ഏത് ബിസിനസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിന് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം, ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അവിടെ മാത്രമല്ല ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസൊക്കെ അവരുടെ നോളേജിന് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റമാണ് കേരളത്തിലത് പ്രത്യേകിച്ചും. കാരണം കേരള ഈസ് എ വെരി ഓപ്പൺ മാർക്കറ്റ് ടു ബിസിനസ്. ഇന്ന് ഗൾഫിൽ പോയിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നതിനേക്കാൾ കൂടുതൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നാട്ടിൽ തന്നെ നിന്ന് പണ്ടത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിച്ച് ഫുട്ബോൾ കളിച്ച് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് യൂത്ത് ഇന്ന് കേരളത്തിലുണ്ട്. ഒബ്വിയസ്ലി ഗൾഫിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിൻ്റെ സ്വാധീനം ഇല്ലാവുന്നൊന്നുമല്ല. ഗൾഫിൽ മഴ പെയ്താൽ ജലദോഷം നാട്ടിലാണെന്ന് പറയാറുണ്ട്, ഫണ്ടിനും കാര്യങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. എന്നാൽ പോലും ഇവിടുന്ന് തന്നെ വെൽത്ത് ജനറേറ്റ് ചെയ്ത് എക്സ്പെൻസൊക്കെ കൺട്രോൾ ചെയ്ത് എന്നാൽ നല്ല രീതിയിലുള്ള ഐഡിയാസും നമ്മൾ പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നോക്കുമ്പോൾ കൃത്യമായൊരു വിസിബിൾ ഡിഫറൻസ് കാണാൻ പറ്റും. പണ്ടത്തെ ട്രഡീഷണൽ ഓഫീസുകളല്ല ഇന്നത്തെ ഓഫീസ്. ഇന്ന് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഓഫീസ് പോകുമ്പോൾ തന്നെ എല്ലാവരുടെയും എന്നല്ല, എന്നാലും ആ ഒരു കൾച്ചർ പോലും മാറി വരുന്നുണ്ട്. കാര്യം അവർക്കറിയാം നമ്മളെ കാണാൻ വരുന്ന ക്ലയൻസ് ഒരു ഫ്ലൈറ്റിൽ വന്ന് അല്ലെങ്കിൽ അവർ വലിയ വലിയ ഹോട്ടലൊക്കെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അറിയാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓഫീസിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ദ എക്കോസിസ്റ്റം ഈസ് ഗ്രോയിങ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അതിലേക്ക് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ മാറി വരുന്ന ചാർട്ടേഡ് അക്കൗണ്ട് സിസ്റ്റം പോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പേഴ്സണലി എനിക്ക് പോലും സ്വന്തമായിട്ടൊരു ബിസിനസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്,
റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റൺ ചെയ്യാനുള്ള ഒരു ഈസിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എങ്ങനെ സ്റ്റാഫിനെ വെക്കണം, എങ്ങനെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യണം, ഏത് മാർക്കറ്റിലേക്ക് നമ്മളിത് ഇറക്കിയാൽ ഇത് വിജയിക്കുമെന്ന് ഒരു ബോധ്യവും അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മാർക്കറ്റും അതേപോലെ തന്നെ ഈ ഒരു എക്കോ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ബഡ്ഡിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സ് കൃത്യമായിട്ടൊരു കോർഡിനേഷനും ഒരു നമുക്കറിയാമല്ലോ ആ ഒരു സംഭവം ഇവിടെ വർക്കാവുന്നുണ്ട് കേരള മാർക്കറ്റിൽ. അത് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും കാലം ഒരു CA ഫാക്കൽറ്റി ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ഈ പാരൻസിൻ്റെ ഒരു ജനറേഷണൽ ഷിഫ്റ്റ് കൊണ്ട് സാറിന് അറിയുണ്ടാവുമല്ലോ. പണ്ട് ഈ കോഴ്സിലേക്ക് വരുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ സമീപനം എന്തായിരുന്നു, ഇന്നത്തെ പാരൻസ് എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടി CA പഠിക്കാൻ പോകുമ്പോൾ പാരൻസിൻ്റെ അപ്രോച്ച് ഇന്നത്തെ കാലത്ത്? അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റ് തന്നെ ഞാൻ കാണുന്നുണ്ട്. പണ്ടത്തെ പാരൻസിനെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ പണ്ട് ഒരു പാരൻറ്റ് ഒരു കുട്ടിയെ CA ഫൗണ്ടേഷൻ ലെവലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരൻറ്റിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ആണെങ്കിലും അതേപോലെ തന്നെ പണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ മീറ്റിങ്സും മാത്രമാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ല. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസ് എന്നെ ഒരു സ്ഥലത്ത് ഫൗണ്ടേഷന് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പിന്നീട് ആ പാരൻ്റ് വന്നത് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതിന് ശേഷമുള്ള ഫെലിസിറ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും കാലം പാരൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിശ്വാസമാണ്, കുട്ടിയെ വിശ്വാസമാണ്, ഒക്കെയാണ്. പക്ഷെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് പണ്ടുണ്ട്. ഇന്ന് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇന്നലെ കൂടി ഒരു സ്റ്റുഡൻറ്റിനെ പിക്ക് ചെയ്യാൻ ഒരു പാരൻറ്റ് വന്ന സമയത്ത് എന്നോട് സംസാരിച്ചപ്പം ഹീ ഈസ് വർക്കിംഗ് ആസ് എ വെൽത്ത് അഡ്വൈസറി കൺസൾട്ടൻറ്റ്. മേ ബി നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനേക്കാൾ കൂടുതൽ നോളേജ് ആ ഒരു ഫീൽഡിൽ ഇവർക്ക് ഉണ്ടാവും. എന്നാൽ അവർ നമ്മളെ നോക്കിക്കാണുന്നത് ഭയങ്കര അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലൊരു ഫേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറി, പിന്നെ ഒരു ടീച്ചറായി, ഇപ്പോൾ ഒരു പാരൻ്റ് കൂടിയാണ്. അപ്പോൾ ഞാനൊരു CA ആയിട്ട് പഠിച്ചത് 5 വർഷമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു CA അധ്യാപകനായിട്ട് 7 വർഷമായി. ഇപ്പോൾ കുട്ടികളോട് ഞാൻ പറയും ഐ ആം മോർ ഓഫ് എ ടീച്ചർ ദാൻ എ സ്റ്റുഡൻറ്റ്. കാരണം ഈ കോഴ്സുമായിട്ടൊരു സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ വർഷം ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഐ ഓൾസോ ബിക്കം എ പാരൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, എൻ്റെ വൈഫ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് എന്ന് വെച്ച് നാളെ നമ്മുടെ കുട്ടി ഓട്ടോമാറ്റിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവില്ല. നമുക്കറിയാം മറ്റ് ചില കോഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം പൈസ കൊടുത്താൽ ഒരു കോഴ്സ് ചെയ്യാം, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, അതിലൊരു ക്വാളിഫിക്കേഷൻ നേടാം. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കേസിൽ ചില ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് CAയിൽ റിസർവേഷൻ ഇല്ല എന്നുള്ളത്. അവിടെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മളെ റിലീജിയൻ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ജെൻഡർ ഒന്നും CA കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു റെലവൻ്റ് അല്ല. അപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് വി ആർ യെസ്റ്റർഡേസ് പീപ്പിൾ പ്രിപ്പയറിങ് ടുഡേസ് ചിൽഡ്രൻ ഫോർ എ ബെറ്റർ ടുമോറോ. നമ്മൾ ഇന്നലത്തെ ആൾക്കാരാണ്, ഇന്നത്തെ കുട്ടികളെ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാരൻസ് മീറ്റിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾക്കായിക്കോട്ടെ, പണ്ട് നമ്മളൊക്കെ ബൈ ചാൻസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ സ്റ്റുഡൻസും പാരൻസും ബൈ ചോയ്സാണ് ഇതിലേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ അവർക്കറിയാം ഭാവിയിൽ ഇപ്പോൾ പാരൻസ് എബ്രോഡ് ആണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഭാവിയിൽ കുട്ടിക്ക് എബ്രോഡ് ജോലി കിട്ടൂലേ, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് പോലും UAE ചെയ്യാൻ അവർക്ക് പറ്റൂല എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം കുട്ടി ഇവിടെ CA ഫൗണ്ടേഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പാരൻസിന് കൃത്യമായ വിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അവർ കമ്പലൊന്നും ചെയ്യില്ല. കുട്ടികൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും കൃത്യമായ ബോധ്യമുണ്ട്. 1 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ എടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും ഇല്ലെങ്കിലും ഒരു മെജോറിറ്റി കുട്ടികളുടെ പാരൻസിനും ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ബാക്കിയുള്ള പാരൻസിനെ കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ച്. എന്നാൽ പോലും പണ്ടത്തെ ഒരു പാരൻ്റൽ കൾച്ചറിൽ നിന്ന് മാറി ഏത് കോഴ്സാണെങ്കിലും എസ്പെഷ്യലി CA കോഴ്സുള്ള പാരൻസ് കുറച്ചും കൂടി മെച്യൂറായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുട്ടികളെ അവരെന്ത് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. സൊസൈറ്റി മൊത്തത്തിൽ ബെറ്റർ ആവണം തോന്നുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് പേഴ്സണൽ ലൈഫ് സ്റ്റോറീസാണ് കൂടുതലും വന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അതിനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. കാരണം ഇന്ന് ശരിക്കും ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഔട്ട്ലുക്ക് തന്നെ മാറ്റുന്ന ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പാരൻസിനൊക്കെ തന്നെ ഈ കോഴ്സിൻ്റെ ഒരു റിലവൻസ് എന്താണെന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷനായിട്ടാണിത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് താഴെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ എന്നെ വെറുതെ ഭംഗി വാക്കിലൂടെ പറയുന്നതല്ല, എൻ്റെ ഒരുപാട് തോട്ട്സ് ഈ ഒരു സെഷൻ കണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാർ അവസാനം പറഞ്ഞ കാര്യം പോലും സ്റ്റാർട്ടപ്പ് കൾച്ചറിനൊക്കെ എത്രമാത്രം CAs ഇൻവോൾവ് ആവുന്നുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അങ്ങനെ തോട്ട് കൊടുക്കാത്തൊരു കാര്യമായിരുന്നു. സോ ഇത് എനിക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. സാറിൻ്റെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് കുറച്ചുകൂടി ബാക്കിയാണെന്ന് എനിക്കറിയാം. നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.